Hello, I am Ajit from Sri Parvati Creations. Today I visited Saliswaram Mahadeva Temple, Angadi, Rani, Om Namah Shivaya. There I saw the temple is undergoing renovation due to its broken, damaged, or outdated structures. Mainly, that was some of the reasons due to the renovation. Okay, really, truly speaking, reconstruction is going on there. That cost crores. So, today I am joined with the administrative officer in charge to give us the details. Sir, welcome back to me to give us the details of the temple reconstruction and all. Welcome, sir. വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ചെങ്ങന്നൂർ ക്ഷേത്രമായിട്ട് ബന്ധമുള്ള ക്ഷേത്രമാണ്. റാന്നി ജനവാസം ആരംഭിച്ച കാലഘട്ടം മുതൽ എല്ലാ വിഭാഗം ആൾക്കാരും കൂടെ ഉൾപ്പെട്ട് ഇഷ്ടദേവ ചൈതന്യം കൂടെ ആവാഹിച്ച് ഇവിടെ വന്ന് അവരുടെ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുരാതനമായിട്ടുള്ള ആ ചരിത്രം നമുക്ക് മനസ്സിലാകും. ചെങ്ങന്നൂർ മാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ജീർണതയിലെത്തി നിന്നിരുന്ന ഈ ക്ഷേത്രം അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കേണ്ട ഒരു ആവശ്യകത വന്നതിനടുത്ത് ഭരിച്ച തുക ചെലവഴിച്ച് തന്നെ ഈ ക്ഷേത്രം നിർമ്മിക്കേണ്ട ഒരു കടമ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട്. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ മേൽനോട്ടത്തിലും വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്ര നിർമ്മാണം നടന്നു വരുന്നു. പൂർണ്ണമായിട്ടും കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും വരുത്തിയ ശില്പികളാണ് ശിലാനിർമ്മാണം നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ ശിലകളും തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചാണ് ഇവിടെ നിർമ്മാണം നടന്നു വരുന്നത്. അതുപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള രഘുവാശാരി കിടങ്ങന്നൂർ, അദ്ദേഹമാണ് തടി നിർമ്മാണത്തിൽ ഇവിടെ ഏർപ്പെട്ട് ഈ ജോലികൾ ചെയ്തു വരുന്നത്. ഏതാണ്ട് 1.5 കോടി രൂപ നിർമ്മാണത്തിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്നും ഏതാണ്ട് 60 ലക്ഷം രൂപ കൂടി ഈ നിർമ്മാണത്തിലേക്ക് വേണം. വളരെ വിശേഷമായിട്ടുള്ള 2 നില മാളികയോടുകൂടിയ ഈ ക്ഷേത്രം മധ്യ തിരുവിതാംകൂറിൽ തന്നെ അപൂർവമായിട്ട് ഉള്ളൊരു ക്ഷേത്രമാണ്. വടക്കൻ കളരി ഭാഗത്തിൽ നിലകൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ പൗരാണികത പല ഗ്രന്ഥങ്ങളിലും നമുക്ക് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശിവചൈതന്യം യുവഭാഗത്തിൽ ഉൾക്കൊള്ളുന്ന റാന്നി പമ്പ നദിയുടെ തീരത്ത് ചെറുകുന്നിൻ്റെ മുകളിലായി വസിക്കുന്ന ക്ഷേത്രം വളരെ ദൂരെ നിന്നും കൂടി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു മഹാക്ഷേത്രമാണ്. ഇതിൻ്റെ ശിവചൈതന്യം പടിഞ്ഞാറോട്ട് ദർശനം അരുളുന്ന യുവത്വ കുടികൊള്ളുന്ന കളരി ഭാവത്തിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഭരണസമിതി ചെലുത്തുന്നുണ്ട്. അതില്ല ഇനി എന്തെങ്കിലും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഭരണസമിതി അംഗം എന്ന നിലയിൽ സാറിനോടും ഭരണസമിതിയോടും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് തന്ന എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇതൊരു എല്ലാ വിഭാഗം ആൾക്കാരും ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല നിർവഹിച്ചു പോകുന്നത്. വളരെ ദൂരെ ദിക്കിൽ നിന്നും ആൾക്കാർ എത്തിച്ചേർന്ന് വഴിപാട് ചൈതന്യം അവർ ഏറ്റുവാങ്ങുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രം നമുക്ക് ഇനി വരും തലമുറയ്ക്ക് കൂടി ഒരു അസറ്റാകുന്ന രീതിയിലാണ് ഈ കൃഷ്ണശ്ശേരിയിൽ ഇത് നിർമ്മിക്കാനുള്ള കാരണം. അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ ഞങ്ങൾ പ്രതിബദ്ധരാണ്. ഇനിയും വരുന്ന പണികൾ മുന്നോട്ട് പോകണമെങ്കിൽ ഏതാണ്ട് 60 ലക്ഷം രൂപ കൂടി ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആയതിൽ എല്ലാ ഭക്തജനങ്ങളും
സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭിപ്രായം അറിയിക്കുകയാണ്. തിരുവനന്തപുരം പറയാനുണ്ടോ? ഇവിടുത്തെ മേൽശാന്തിയാണ് പറഞ്ഞോളൂ. നമസ്കാരം. ചാലീശ്വരം അമ്പലത്തിലെ മേൽശാന്തിയായിട്ട് കുറേ കാലം ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്തേ. അമ്പലം പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ ഭഗവാൻ ശിവനെ ഇപ്പം ആലാലയം പ്രതിഷ്ഠയാണ് ഇരിക്കുന്നത്. അപ്പം തടി കൊണ്ട് പണിത് ചെമ്പോല പൊതിയാനുള്ള ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ പണി പൂർത്തിയായി മഹാദേവനെ ഇങ്ങോട്ട് പുതിയ അമ്പലത്തിലോട്ട് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. നമസ്തേ. ഓം നമ ശിവായ. Once again, I request all of you to join this venture by donating a good sum for the reconstruction of our Lord Shiva Salishwaram temple. May God bless you all. Thank you. Signing out, Ajit from Shiva Parvati Creations. Thank you. May God bless you. Tata.